ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് NMMS. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. കൂടുതൽ ടൈം നമ്മൾ കളയുന്നില്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഒരു വെൻ ഡയഗ്രാം? അവിടെ കൊടുത്തിട്ടുണ്ട്, എ വെൻ ഡയഗ്രാം ഈസ് ദ ഈസിയസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്. രണ്ട് മൂന്ന് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് വരക്കാൻ കഴിയുന്ന അതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ രണ്ട് മൂന്ന് സർക്കിൾസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ വെൻ ഡയഗ്രാംസ് വരയ്ക്കുന്നത് അല്ലെ, ഇങ്ങനെയൊക്കെ ആയിട്ട് വെൻ ഡയഗ്രാംസ് വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതിൽ തന്നെ പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നോർമലി NMMSൽ ചോദിക്കുന്ന കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യന്റെ ബേസിസിൽ തന്നെ നമുക്കത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്, നിങ്ങൾക്ക് താഴെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് അവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ, അവിടെ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ റെക്റ്റാങ്കിൾ സൂചിപ്പിക്കുന്നത് ആക്ടേഴ്സിനെയാണ്, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് സിംഗേഴ്സിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സർക്കിൾ സൂചിപ്പിക്കുന്നത് ഡാൻസേഴ്സിനെയാണ്. ഇനി ഓരോരോ നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഈ 2 എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, അതായത് റെക്റ്റാങ്കിളിൽ മാത്രം വരുന്ന ഭാഗം. അതെന്തില്ല, ട്രയാങ്കിളിനായിട്ട് കോമൺ ആയിട്ട് ഒരു ഏരിയ വരുന്നില്ല, അല്ലെങ്കിൽ സർക്കിളിനായിട്ട് കോമൺ ആയിട്ടുള്ള ഏരിയ വരുന്നില്ല. ഈ ഒരു പുറത്തുള്ള ഈ ഒരു ഭാഗം മാത്രം. ഓക്കെ, അപ്പൊ അത് ആക്ടേഴ്സിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു 1 എന്നുള്ള ഭാഗമാണെങ്കിൽ അത് സിംഗേഴ്സിനെ മാത്രമാണ്. ഈ 3 എന്നുള്ള ഭാഗമാണെങ്കിൽ അത് ഡാൻസേഴ്സിനെ മാത്രമാണ്. പക്ഷേ ഇനി ഈ 5 നോക്കാം. 5 സർക്കിളിന്റെ ഉള്ളിലുമാണ്, അതുപോലെ തന്നെ റെക്റ്റാങ്കിളിന്റെ ഉള്ളിലും. ഓക്കെ, സർക്കിളിന്റെ ഉള്ളിലുമാണ്, അതുപോലെ തന്നെ റെക്റ്റാങ്കിളിന്റെ ഉള്ളിലുമാണ്. ദാറ്റ് മീൻസ് 5 എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് ഡാൻസേഴ്സിനെയും അതുപോലെ തന്നെ ആക്ടേഴ്സിനെയും അത് രണ്ടും സൂചിപ്പിക്കുന്ന രൂപത്തിൽ നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 4ന്റെ കേസ് നോക്കാണ്. 4 എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഉള്ളിലുമാണ്, അതുപോലെ തന്നെ ഈ റെക്റ്റാങ്കിളിന്റെ ഉള്ളിലും. ദാറ്റ് മീൻസ് സിംഗേഴ്സും ആണ്, അതുപോലെ തന്നെ ആക്ടേഴ്സും ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 6 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നോക്കാം. അത് ട്രയാങ്കിളിന്റെ ഉള്ളിലുമാണ്, അതുപോലെ തന്നെ സർക്കിളിന്റെ ഉള്ളിലുമാണ്. ദാറ്റ് മീൻസ് അത് സിംഗേഴ്സും ആണ്, അതുപോലെ തന്നെ ഡാൻസേഴ്സും ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി 7 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് നോക്കുക, അത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലാണ്, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിലാണ്, അതുപോലെ തന്നെ ഈ ഒരു വൃത്തത്തിന്റെ ഉള്ളിലും കൂടി മൂന്നിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ദാറ്റ് മീൻസ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അവർ സിംഗേഴ്സും ആണ്, അവർ ആക്ടേഴ്സും ആണ്, അവർ ഡാൻസേഴ്സും ആണെന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ റീജിയൻ 1 റീജിയൻ 2 എന്നുള്ള രൂപത്തില് അല്ലെ, ആ ഒരു സ്ഥലം 1 എന്ന് പറയുന്ന ആ ഒരു പ്ലേസ്, അതുപോലെ തന്നെ 2 അങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ അത്രയാണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് ജസ്റ്റ് ആ ഒരു പിക്ചർ കൊടുത്തിട്ട് ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലോട്ട് വരാം. ദ ട്രയാങ്കിൾ റെപ്രസെന്റ്സ് സ്കൂൾ ടീച്ചേഴ്സ്, സ്ക്വയർ റെപ്രസെന്റ്സ് married person, സർക്കിൾ റെപ്രസെന്റ് പേഴ്സൺ ലിവിംഗ് ഇൻ ജോയിന്റ് ഫാമിലീസ്. നോക്കുക, ത്രികോണം സ്കൂൾ അധ്യാപകരെയും, ചതുരം വിവാഹിതരെയും, വൃത്തം കൂട്ടുകുടുംബങ്ങളിൽ താമസിക്കുന്നവരെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ആ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് എഴുതി വെക്കാം, എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ആദ്യം തന്നെ പറയുന്നത് ട്രയാങ്കിൾ സ്കൂൾ ടീച്ചേഴ്സ് ആണ്. ട്രയാങ്കിൾ നമുക്ക് സ്കൂൾ ടീച്ചേഴ്സ് എന്ന് എഴുതാം, സ്കൂൾ ടീച്ചേഴ്സ് ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് 1 സ്ക്വയർ റെപ്രസെന്റ്സ് മാരീഡ് പേഴ്സൺ. സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത് മാരീഡ് പേഴ്സൺ. ഓക്കെ, അല്ലെങ്കിൽ വിവാഹിതരായവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജോയിന്റ് ഫാമിലി അല്ലെ, പേഴ്സൺ ലിവിംഗ് ഇൻ ജോയിന്റ് ഫാമിലി. ഓക്കെ, ജോയിന്റ് ഫാമിലി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാരീഡ് പേഴ്സൺ ലിവിംഗ് ഇൻ ജോയിന്റ് ഫാമിലീസ് ബട്ട് നോട്ട് വർക്കിംഗ് ആസ് ടീച്ചേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ. അപ്പൊ നോക്കുക, മാരീഡ് പേഴ്സൺ ആയിരിക്കണം, അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലി. മാരീഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഏതാ, മാരീഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ചതുരത്തിനുള്ളിലാണ് വരിക. ചതുരത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒന്നിക്ക് എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, അല്ലെങ്കിൽ സി ആവാം, ഡി ആവാം. ഇവരൊക്കെ തന്നെ ചതുരത്തിനുള്ളിൽ വരുന്നത് നോക്കാം. ചതുരത്തിനുള്ളിൽ എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, സി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. നമ്മൾ മാരീഡ് പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്തു. ഇനി അവർ ജോയിന്റ് ഫാമിലിയിൽ കൂടി വരണം.
ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് സർക്കിളിനുള്ളിലാണ്. അപ്പൊ സർക്കിളിനുള്ളിൽ ആരൊക്കെ വരുന്നത്? ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഇ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം എ ബി സി ഡി അതിൽ ആരൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ മതി. ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ അതല്ലാത്ത രണ്ടുപേരെ നമുക്ക് ഒഴിവാക്കാം. ബിയും ഡിയും അല്ലാത്ത രണ്ടുപേരെ നമുക്ക് ഒഴിവാക്കാം. എനെ ഒഴിവാക്കാം, സീനെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ബിയോ അല്ലെങ്കിൽ ഡിയോ ആണ് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി പറയുന്നത് നോട്ട് വർക്കിംഗ് ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ അധ്യാപകരായി ജോലി ചെയ്യാത്തവരാണ് പറയുന്നത്. അപ്പൊ എന്തിൽ വരരുത്? നമുക്ക് അവിടെ ആ ത്രികോണത്തിന്റെ ഉള്ളിലായിട്ട് വരരുത്. ജസ്റ്റ് നോക്കടാ, ഇവിടെ ബി എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ഉള്ളിലല്ലേ വരുന്നത്. അപ്പൊ ബി നമുക്ക് പറ്റൂല. അപ്പൊ ഉത്തരം ഏതായിരിക്കും? ഡി ആയിരിക്കും. ഉത്തരം ഏതാണ്? ഡി ആയിരിക്കും. ഉത്തരം ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അടുത്തൊരു ചോദ്യം നോക്കാം. സ്കൂൾ ടീച്ചേഴ്സ് ഹു ആർ നൈദർ മാരീഡ് നോർ ഡു ലിവ് ഇൻ ജോയിന്റ് ഫാമിലീസ് ആർ റെപ്രസെന്റഡ് ബൈ. സ്കൂൾ ടീച്ചർ ആണ്, പക്ഷെ അവരെന്തല്ല, അല്ലെങ്കിൽ വിവാഹിതരും കൂട്ടുകുടുംബങ്ങളിൽ താമസിക്കാത്തവരുമായ സ്കൂൾ അധ്യാപകർ പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് സ്കൂൾ ടീച്ചർ മാത്രം, അവർ വിവാഹിതരും അല്ല, അതുപോലെ തന്നെ അവർ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നവരല്ല. അപ്പൊ സ്കൂൾ ടീച്ചേഴ്സ് മാത്രം നോക്കുക. സ്കൂൾ ടീച്ചേഴ്സ് ഏതിലാണ് വരുന്നത്? സ്കൂൾ ടീച്ചേഴ്സ് ത്രികോണത്തിനുള്ളിലാണ് വരുന്നത്. ത്രികോണത്തിനുള്ളിൽ ബി ഉണ്ട്, സി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ അവർ ജോയിന്റ് ഫാമിലിയിലും കൂടി കൂട്ടിയിട്ട് വരുന്നുണ്ട്. സി എന്ന് പറയുമ്പോൾ ഒരു മാരീഡ് പേഴ്സൺ അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഇല്ലാത്തത് ആരാണ്? എഫ് മാത്രമേ ഉള്ളൂ അല്ലെ, സ്കൂൾ ടീച്ചർ മാത്രമായിട്ട് വരുന്നത്. എഫ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അവിടെ എഫ് ആയിരിക്കും നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം വരിക. സോ ഈ ഒരു രൂപത്തിൽ ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രണ്ടാമത്തെ ഒരു ടൈപ്പിലോട്ട് പോവാണ്. നമുക്കൊരു എക്സാമ്പിൾ ചോദ്യം നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു 3 സെറ്റ് ഒരു വെൻ ഡയഗ്രാം അല്ലെങ്കിൽ 3 കോമ്പണൻസ് ഉള്ള ഒരു വെൻ ഡയഗ്രാം ആണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. നോക്കാം. എ റിസൾട്ട് ഓൺ ദ സർവേ ഓഫ് 1000 പേഴ്സൺസ് വിത്ത് റെസ്പെക്ട് ടു ദെയർ നോളജ് ഓഫ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് സാൻസ്ക്രിറ്റ് ഗിവൺ ബിലോ. അപ്പൊ 1000 ആൾക്കാരുടെ ഒരു സർവേ ആണ്. ഞാൻ മലയാളത്തിൽ ചോദ്യം കൊടുത്തിട്ടില്ല, എന്നാലും മലയാളത്തിൽ ഞാൻ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 1000 പേരുടെ ഒരു സർവേ എടുത്തതാണ്. അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സർവേ? വ്യത്യസ്ത ഭാഷകളിലുള്ള അവരുടെ ഒരു പരിജ്ഞാനം വെച്ചില്ലെങ്കിൽ ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ സർവേ എടുത്തിട്ടുള്ളത്. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്, ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് സംസ്കൃതമാണ്, സാൻസ്ക്രിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഇംഗ്ലീഷ് മാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ഈ 200 ആണ്. ഇംഗ്ലീഷ് മാത്രം, അവർക്ക് വേറെ ഹിന്ദി അറിയില്ല, അല്ലെങ്കിൽ സംസ്കൃതം ഒന്നും അറിയില്ല. ഈ 220 എടുക്കുകയാണെങ്കിൽ അത് ഹിന്ദി മാത്രം, അവർക്ക് എന്തറിയില്ല? അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, സംസ്കൃതവും അറിയില്ല. ഈ 150 എടുക്കുകയാണെങ്കിൽ അവർക്ക് സംസ്കൃതം മാത്രം. ഇനി ഈ ഒരു 120 കൺസിഡർ ചെയ്യാം. ഈ 120 ഈ ഒരു വട്ടത്തിനുള്ളിലും വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് ഇംഗ്ലീഷും അറിയാം, ഹിന്ദിയും അറിയാം, പക്ഷെ എന്തറിയില്ല? സംസ്കൃതം അറിയില്ല. ഇനി ഈ 110 ആണെങ്കിൽ അവർക്ക് ഹിന്ദി അറിയാം, സംസ്കൃതം അറിയാം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. ഇനി ഈ 50 ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷും അറിയാം, സംസ്കൃതം അറിയാം, പക്ഷെ എന്തറിയില്ല? ഹിന്ദി അറിയില്ല. ഇനി ഈ 100 ആണെങ്കിൽ, നടുവിലുള്ള 100 ആണെങ്കിൽ അവർക്ക് ഹിന്ദിയും അറിയാം, ഇംഗ്ലീഷും അറിയാം, അതുപോലെ തന്നെ സംസ്കൃതവും അറിയാം. ഇനി ചോദ്യം എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് ചോദ്യം വരുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദോസ് ഹൂ നോ ഓൾ ദ 3 ലാംഗ്വേജ്? അപ്പോൾ ഓൾ ദ 3 ലാംഗ്വേജ്, 3 ലാംഗ്വേജ് 3 ഭാഷകളും അറിയുന്നവർ എത്ര പേരാണ്? ഏറ്റവും നടുവിലുള്ള ഈ ആളുകളാണ്, അതായത് 100 പേരാണ്. അതിൽ നിന്ന് ഏതിലേക്കുള്ള റേഷ്യോ ആണ്? 100:2. ദോസ് ഹൂ ഡു നോട്ട് നോ സാൻസ്ക്രിറ്റ്, സാൻസ്ക്രിറ്റ് അറിയാത്തവർ. അപ്പൊ ജസ്റ്റ് നോക്കടാ, നമുക്ക് ടോട്ടൽ ആളുകൾ ഉള്ളത് 1000 ആണ്. ആ 1000ത്തിൽ നിന്ന് സംസ്കൃതം അറിയുന്നവരെ ഒന്ന് കുറച്ചാൽ പോരെ? അപ്പൊ നമുക്ക് ബാക്കി കിട്ടൂല. സംസ്കൃതം അറിയാത്തവർ എത്ര ഉണ്ടെന്ന്. സംസ്കൃതം അറിയുന്നവർ എത്ര ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കുക. ഇതാണ് സംസ്കൃതത്തിന്റെ വട്ടം. ഈ വട്ടം ഫുൾ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, 100, 200, 300. ഓക്കെ, 370, 380, 350, 460. ഓക്കെ, 460 ആണ് നമുക്കത് ടോട്ടൽ സം ചെയ്യുന്ന സമയത്ത് വരുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 100, 200, 300, 380, 460. അപ്പോൾ 1000ൽ നിന്ന് 460 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 540 ആണ് വരിക. അപ്പൊ സംസ്കൃതം അറിയാത്തവർ 540 ആണ്. അപ്പൊ 100:540 അല്ലാന്നുണ്ടെങ്കിൽ 100/540 എന്നുള്ള രൂപത്തിൽ നമുക്ക് റേഷ്യോ പറയാൻ പറ്റും. 0 കട്ട് ചെയ്തു, 10/54. 10നെ 2 ചെയ്യുന്ന സമയത്ത് 5 ആണ്. 54നെ 2 ചെയ്യുന്ന സമയത്ത് 27 ആണ്. അപ്പൊ 5/27 അല്ലെങ്കിൽ 5:27. 5/27 ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ 4 ആണ് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു വെൻ ഡയഗ്രാം നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയാണ് മൂന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നത്. ഇവിടെ ഒന്നുകൂടി ഒരു ലോജിക്കൽ സൈഡ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ചില കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടും വരാറുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനുകൾ. അപ്പൊ ഇതിൽ കുറച്ച് കേസസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കേസാണ് വെഹിക്കിള്, കാറ്, ബസ്. അപ്പൊ നമുക്കറിയാം കാർ ആണെങ്കിലും ബസ് ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ്? അത് ഓരോ വെഹിക്കിൾസ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു വലിയ കൂട്ടത്തിനുള്ളിലായിട്ട് ആരുണ്ട്? കാറുണ്ട്,
അതുപോലെ തന്നെ ബസ് ഉണ്ട്. ഈ കാറും ബസ്സും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഒരു വെഹിക്കിൾ ആണെന്നുള്ളൊരു ബന്ധം, ഒരു വാഹനങ്ങളാണെന്നുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? കാറുണ്ട്, അതുപോലെ തന്നെ ബസ് ഉണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു കേസ്. അതായത് ഒന്നിന്റെ ഉള്ളിലായിട്ട് വേറെ രണ്ട് ഇന്റർലിങ്ക്ഡ് അല്ലാത്ത രണ്ട് ടീംസ് വരിക. ഇനി നെക്സ്റ്റ് വണ് അനിമല്, പെറ്റ്, അതുപോലെ തന്നെ ഡോഗ് ആണ്. ഓക്കെ, അപ്പൊ അനിമല് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു ഗാങ്ങിന്റെ ഉള്ളില് അവിടെ നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? പെറ്റും അതുപോലെ തന്നെ ഡോഗും. അപ്പൊ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു നടുവിലുള്ള ഏരിയ, ഇത് പെറ്റാണ്, ഇത് ഡോഗാണ്. അപ്പൊ ഈ നടുവിലുള്ള ഏരിയ എന്തായിരിക്കും? പെറ്റായിട്ടുള്ള ഡോഗ്സ് ആയിരിക്കും. ഡോഗിൽ തന്നെ നമ്മൾ വളർത്തുന്ന നായ്ക്കളുണ്ട്, അതല്ലാത്തതുണ്ട്. അപ്പൊ അതല്ലാത്ത ഡോഗ്സ് എന്ത് ചെയ്യും? ഇവിടെ വരും. ഇനി പെറ്റായിട്ടുള്ള ഡോഗ്സ് എന്ത് ചെയ്യും? ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കാം? ഈ ഒരു ഭാഗത്ത് നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന വേറെ ജീവികളില്ലേ? ഡോഗ് അല്ലാത്ത വേറെ ജീവികളെയും നമ്മൾ പെറ്റായിട്ട് വളർത്തുമല്ലോ. അപ്പൊ അതിനെ നമുക്ക് ആ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്തത് ഹ്യൂമൻ ബീയിങ്, എഞ്ചിനീയേഴ്സ്, റാറ്റ്സ്. അപ്പൊ ഈ ഒരു സർക്കിൾ ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഉള്ളിലായിട്ട് കുറച്ച് പേര് എന്തൊക്കെയാണ്? എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അതുമായി ബന്ധമില്ലാത്ത മൂന്നാമത്തെ റാറ്റ്, എലികൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ഒരു ഇതായിട്ട് പുറത്ത് വരും. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റാറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് കോപ്പർ, പേപ്പർ, വയർ അല്ലെ? അപ്പൊ ഇത് കോപ്പർ, ഇത് വയർ. ഓക്കെ, ഇത് കോപ്പർ, അതുപോലെ തന്നെ ഇതെന്താണ്? നമുക്ക് നേരെ ഇത് പൊഞ്ഞ് കോപ്പർ എന്ന് പറഞ്ഞു, ഇത് വയർ എന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ ഇത് കോപ്പർ എന്ന് പറഞ്ഞു ഇത് വയർ എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു ഏരിയ നോക്കുക. ഈ സെൻട്രലുള്ള ഏരിയ എന്തായിരിക്കും? കോപ്പർ വയേഴ്സ് ആയിരിക്കും. കോപ്പർ കൊണ്ട് നമ്മൾ എന്തെങ്കിലും സംഭവം വയറൊക്കെ ഉണ്ടാക്കൂലേ? അപ്പൊ ആ കോപ്പർ വയേഴ്സ് ആണ് എന്ത് ചെയ്യുക? ഇതിന്റെ കോമൺ ഏരിയ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ബാക്കി കോപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ കോപ്പർ സാധനങ്ങളൊക്കെ ഇവിടെ വരും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും എലമെന്റ് കൊണ്ട്, വേറെ ഏതെങ്കിലും മെറ്റൽ കൊണ്ടൊക്കെ വയർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇവിടെയും വരുന്നതായിരിക്കും. ഇതുമായി ബന്ധമില്ലാത്ത പേപ്പർ എന്ത് ചെയ്തു? പുറത്ത് വേറൊരു ടേം ആയിട്ട് വന്നു. ഇനി അടുത്തതാണ് ഫീമെയില്, മദർ, ഡോക്ടർ. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്കിൾ ആണ് അവിടെ എന്ത് വരുന്നത്? ഫീമെയിൽ ആയിട്ട് വരിക. എല്ലാ മദേഴ്സും എന്താണ്? ഫീമെയിൽ ആണ് അല്ലെ? മദർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ തന്നെ എന്താണ്? സ്ത്രീകളാണല്ലോ. അപ്പോൾ ഫീമെയിലിനുള്ളിലായിട്ട് മദർ വന്നു. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു സർക്കിൾ ആണ് ഇവിടെ ഡോക്ടർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഈ ഒരു സർക്കിൾ ആണ് ഇവിടെ എന്ത് ചെയ്യുക? ഡോക്ടർ ആയിട്ട് വരിക. അപ്പോ ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷൻ നോക്കുക. ഈ ഒരു പോർഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? അവര് ഡോക്ടറാണ്, അതുപോലെ തന്നെ മദറും ആണ്. ഫീമെയിൽ ആണെന്ന് എക്സ്ട്രാ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മദർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരെന്താണ്? അവർ ഫീമെയിൽ ആണ്. അപ്പൊ ഈ ഒരു പോർഷനിലുള്ളവർ എന്താ സൂചിപ്പിക്കുന്നത്? അവര് മദർ ആയിട്ടുള്ള എന്താണ്? ഡോക്ടേഴ്സ് ആണ്. ഇനി അതിന്റെ പുറത്തുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അവർ ഫീമെയിൽ ഡോക്ടേഴ്സ് ആണ്, പക്ഷെ അവരെന്തല്ല? മദർ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫീമെയിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. ഇനി ബാക്കിയുള്ളതോ? ഇവിടെ മെയിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ? ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ മെയിലിനാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നമ്മൾ ഡോക്ടർ തന്നെയാണ് യൂസ് ചെയ്യുക. അല്ലാതെ അവിടെ എന്ത് ചെയ്യുക? സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വേറെ വേറെ വാക്കുകൾ അല്ലെ? സ്ത്രീക്കും പുരുഷനും നമ്മൾ ഡോക്ടർ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ രൂപത്തിലാണ് ആ ഒരു കേസ് വരുന്നത്. ഇനി അടുത്തത് മെയില്, ഫാദർ, ചിൽഡ്രൻ. ഓക്കെ, മെയില്, ഫാദർ, അതുപോലെ തന്നെ ചിൽഡ്രൻ. അപ്പൊ മെയിൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ സർക്കിൾ, അതിൻ്റെ ഉള്ളിലായിട്ട് ഫാദർ വരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ മദറിന്റെ കേസിൽ എല്ലാ മദേഴ്സും ഫീമെയിൽ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ ഫാദേഴ്സും എന്താണ്? മെയിൽ ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് വരുന്നത് ചിൽഡ്രൻ. ചിൽഡ്രന്റെ കേസ് നോക്കുക. ചിൽഡ്രന് ഏതുമായിട്ട് ബന്ധമുണ്ട്? മെയിലുമായിട്ട് ബന്ധമുണ്ട്. ഇതാണ് മെയിൽ, അതുമായിട്ട് ബന്ധമുണ്ട്. കാരണം എന്താ? ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ എന്നാണ് മലയാളത്തിൽ പറയുക അല്ലെ? അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടികളും ഉണ്ടാവും, പെൺകുട്ടികളും ഉണ്ടാവും, മെയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഫീമെയിൽ ഉണ്ടാവും. അപ്പൊ ആൺകുട്ടികളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ പെൺകുട്ടികളാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്ത് റെപ്രസെന്റ് ആയിരിക്കുക. സോ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലോജിക്കൽ വെൻ ഡയഗ്രാംസ് വരക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില ഇയേഴ്സിൽ എല്ലാ ഇയറിലും ചോദിക്കണം നിർബന്ധമല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വണ് മൂണ്, എർത്ത്, യൂണിവേഴ്സ് ആണ്. ഫസ്റ്റ് ഒരു ചോദ്യം മൂണ്, എർത്ത്, യൂണിവേഴ്സ് ആണ്. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളിന്റെ ഉള്ളിലായിട്ട് നമുക്ക് മൂണ് വരും, അതുപോലെ തന്നെ ഏതും വരും? എർത്തും വരും. ഈ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബാറ്റ്സ്മാന്, ക്രിക്കറ്റ്, സ്റ്റിക്ക്. ഇപ്പൊ ഒരു ക്രിക്കറ്റിൽ ഉണ്ടാവുന്ന ആളാണ് എന്ത്? ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിക്കറ്റിനെ റെപ്രസെന്റ് ചെയ്ത ഒരു വലിയ സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ബാറ്റ്സ്മാൻ ഉണ്ട്. സ്റ്റിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ അത് പുറത്ത് വേറൊരു എലമെന്റ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ പുറത്ത് വരും. ഓപ്ഷൻ ഇ ആണ് നമുക്ക് അതിന്റെ ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഇനി അടുത്തത് മാമൽസ്, കൗസ്, ക്രോസ്. മാമൽ എന്ന് പറഞ്ഞാൽ എന്താ? സസ്തനികളാണ് അല്ലെ? അപ്പൊ കൗ എന്താണ്? ഒരു മാമൽ ആണ്. അപ്പൊ മാമൽസിന്റെ ഉള്ളിലായിട്ട്, മാമൽ എന്ന് പറയുന്ന വലിയ സർക്കിളിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഏതിനെ വരക്കാം? കൗവിനെ വരക്കാം. അതിന്റെ പുറത്തായിട്ട് ആരുണ്ടാവും? ക്രോ ഉണ്ടാവും.
ഓക്കെ, സോ ഈ രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ ഫിഗർ വരുന്നുണ്ടായിരിക്കുക, ലോജിക്കൽ വെൻ ഡയഗ്രാം വരുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ ഇ ആണ്. ഇനി അടുത്തത് ഹോമോസാപ്പിയൻ, വിമൻ, അതുപോലെ തന്നെ മദർ. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻസിനെയാണ്, ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം ആണ് ഹോമോസാപ്പിയൻ. സോ അതിൻ്റെ ഉള്ളിലായിട്ട് ആരുണ്ട്, മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. മെയിലിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയാം, അല്ലെങ്കിൽ മാനിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. സോ അത് നിങ്ങൾ വരക്കണ്ട, വിമനെ മാത്രം വരക്കാം. എല്ലാ മദേഴ്സും വിമൺ ആണല്ലോ, അപ്പൊ വിമന്റെ ഉള്ളിലായിട്ട് മദറിനെയും വരക്കാം. സോ ആ രൂപത്തിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ടോൾ മെൻ, ബ്ലാക്ക് ഹെയർഡ് പീപ്പിൾ, ഇന്ത്യൻസ്. ഓക്കെ, ടോൾ മെൻ നീളം കൂടിയ മനുഷ്യര്, അതുപോലെ തന്നെ കറുത്ത മുടിയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇന്ത്യക്കാർ, ഇവരെ 3 പേരെയും കണക്ട് ചെയ്യുന്നത് ഏതാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നോക്കുക, ഞാനിപ്പോ ടോൾമെന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം വരക്കാണ്. ഈ ടോൾമെന്നിൽ തന്നെ ബ്ലാക്ക് മുടി ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും ആണല്ലോ. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇപ്പൊ ടോൾ ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ഉള്ള ഇന്ത്യക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റെപ്രസെന്റ് ചെയ്യും. ഈ ചിലവർ നീളം ഉണ്ടാവില്ല, അവർക്ക് ബ്ലാക്ക് ഹെയർ ആയിരിക്കും, അതുപോലെ തന്നെ ഇന്ത്യക്കാരായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ഈ ഒരു പ്ലേസിൽ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഓരോരോ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലോജിക്കൽ വെൻ ഡയഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ എലിമിനേഷനും യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തായാലും വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ചില കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾക്ക് എലിമിനേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഈ ഒരു ഓപ്ഷൻ എന്തായാലും വരില്ല, ലോജിക്കലി അത് എന്തായാലും വരല് പോസിബിൾ അല്ല, അങ്ങനെ വരുന്ന ഓപ്ഷൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടി പറ്റും തുടക്കത്തിൽ തന്നെ. അങ്ങനെ ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഓപ്ഷൻ ഒഴിവാക്കി ബാക്കി ഒരു 2 നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് അതിൽ ഏതാണോ കറക്റ്റ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ ഒന്നും കൂടി എഫേർട്ട് കുറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് PYQ നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ചിത്രത്തെ ആസ്പദമാക്കി ചുവടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന ഇൻഫോനെ കുറിച്ച് ഞാൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഫോ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക, അവിടെ ഓരോ സബ്ജക്റ്റിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ളവരുടെ എണ്ണാണ്. സബ്ജക്റ്റിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ളവരുടെ എണ്ണാണ്. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് സയൻസിൽ മാത്രം നോക്കുകയാണെങ്കിൽ 25 ആളുകളാണ്, മാത്സിൽ മാത്രം 18 ആണ്, സോഷ്യൽ സയൻസിൽ മാത്രം 24 ആണ്. ബേസിക് സയൻസിലും മാത്സിലും നേടിയിട്ടുള്ളത് 10 പേരാണ്. അതുപോലെ തന്നെ ബേസിക് സയൻസിലും സോഷ്യൽ സയൻസിലും നേടിയിട്ടുള്ളത് 17 പേരാണ്. ബേസിക് സയൻസിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും 10 പേരാണ്. മാത്തമാറ്റിക്സിലും സോഷ്യൽ സയൻസിലും 12 പേരാണ്. ഓക്കെ, ഇനി 3ലും കൂടി നേടിയിട്ടുള്ളത് 11 ആളുകളാണ്. ചോദ്യത്തിലോട്ട് വരാം. ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് ഇൻ മാത്തമാറ്റിക്സ് ഓൺലി? നോക്കുക, എത്ര കുട്ടികൾക്കാണ് ഗണിത പരീക്ഷയിൽ മാത്രം എ ഗ്രേഡ് ലഭിച്ചത്? ഗണിത പരീക്ഷയിൽ മാത്രം, ദാറ്റ് മീൻസ് വേറെ ഒരു സർക്കിളുമായിട്ടും ബന്ധം പാടില്ല, ഇത് മാത്രം. എത്രയാണ്? 18 ആണ്. 18. ഓക്കെ, 18. അടുത്ത ചോദ്യം, ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് ഇൻ ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്? ഓക്കെ, എത്ര കുട്ടികൾക്ക് അടിസ്ഥാന ശാസ്ത്രം, ഗണിതം, സാമൂഹ്യ ശാസ്ത്രം എന്നിവയിൽ 3ലും എ ഗ്രേഡ് ലഭിച്ചു? 3ലും എ ഗ്രേഡ് ലഭിച്ചവരേതാ? ഏറ്റവും നടുവിലാണ് ഉണ്ടാവുക, ഏറ്റവും സെൻട്രലാണ് ഉണ്ടാവുക. ഓക്കെ, ആരാണ്? 11 ആണ്. ഓക്കെ, സോ 11 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യം, the following questions are based on the diagram given below. തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കി ചുവടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പൊ നോക്കുക, കേരളൈറ്റ്സ് അല്ലെ, കേരളത്തിൽ താമസിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആക്ടേഴ്സ്, അഭിനേതാക്കളാണ്. സിംഗേഴ്സ്, ഗായകരാണ്. ഓക്കെ, അങ്ങനെ 3 കോളങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേരളൈറ്റ്സിനെ സൂചിപ്പിക്കുന്നത് ഒരു ചതുരമാണ്, ഒരു സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ആക്ടേഴ്സിനെ സൂചിപ്പിക്കുന്നത് ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ സിംഗേഴ്സ്, ഗായകരെ സൂചിപ്പിക്കുന്നത് ഒരു വൃത്തമാണ്. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് റീജിയൻ റെപ്രസെന്റ്സ് സിംഗേഴ്സ് ഹു ആർ നൈദർ കേരളൈറ്റ്സ് നോർ ആക്ടേഴ്സ്? കേരളക്കാരോ അഭിനേതാക്കളോ അല്ലാത്ത പാട്ടുകാരെ സൂചിപ്പിക്കുന്ന ഭാഗം ഏത്? അപ്പൊ പാട്ടുകാരെ സൂചിപ്പിക്കുന്ന ഭാഗം ആദ്യം നോക്കാം. പാട്ടുകാരെ സൂചിപ്പിക്കുന്നത് ഇതാണ്, ഈ ഒരു വട്ടാണ്. അപ്പൊ 5, 4, 6, 7 ആരൊക്കെയാണ്? 5, 4, 6, 7. ഓക്കെ, അപ്പൊ ഈ 5 നോക്കുക, 5 ആക്ടേഴ്സും കൂടിയാണ്. അപ്പൊ ആക്ടേഴ്സ് പറ്റൂല, നമുക്ക് അഭിനേതാക്കളോ അല്ലെങ്കിൽ കേരളക്കാരോ ആവരുത്. പിന്നെ 4 പറ്റുമോ? 4ഉം ആക്ടേഴ്സ് തന്നെയാണ്, അതും പറ്റൂല. ഈ 6 കേരളൈറ്റ്സ് ആണ്, അതും നമുക്ക് പറ്റൂല. അപ്പൊ ആൻസർ 7 ആണ് വരിക. 7 മാത്രമാണ് ഇവിടെ
ഈ ഒരു വട്ടത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളതിനൊക്കെ കോമൺ, ഇവിടെയും കോമൺ ആയിട്ടൊക്കെയാണ് വരുന്നത്. 7 മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വട്ടത്തിന്റെ ഉള്ളിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. വിച്ച് റീജിയൻ റെപ്രസെന്റ്സ് കേരളൈറ്റ് ആക്ടേഴ്സ് ഹൂ ആർ സിംഗേഴ്സ്? പാട്ടുകാരായ കേരളക്കാരായ അഭിനേതാക്കളെ സൂചിപ്പിക്കുന്ന ഭാഗം ഏത്? അപ്പൊ പാട്ടുകാരായിരിക്കണം, കേരളക്കാരായിരിക്കണം, അഭിനേതാക്കളായിരിക്കണം. അതായത് മൂന്നിലും കോമൺ ആയിട്ട് വരണം. മൂന്നിലും കോമൺ ആയിട്ട് അത് വരുന്നത് 5 അല്ലേ? ഓക്കെ, സർക്കിളിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ചതുരത്തിനുള്ളിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ത്രികോണത്തിനുള്ളിലുണ്ട്. മൂന്നിലും കോമൺ ആയിട്ട് വരുന്നത് 5 മാത്രമേ ഉള്ളൂ. സോ 5 ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇനി കുറച്ച് 2-3 ലോജിക്കൽ വെൻ ഡയഗ്രാം ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നോക്കുക, വീക്ക്, ഡേ, ഇയർ, ആഴ്ച, ദിവസം, അതുപോലെ തന്നെ വർഷം, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പിക്ചർ ഏതാന്നുള്ളതാണ്. ജസ്റ്റ് നോക്കുക, ഒരു ദിവസം, കുറെ ദിവസങ്ങൾ കൂടിയിട്ടാണ് നമുക്ക് ആഴ്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ കുറെ ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഇത് വീക്ക് ആണെങ്കിൽ ഉള്ളിലുള്ളത് ഡേ ആയിരിക്കും. ഓക്കെ, അങ്ങനെ കുറെ വീക്കുകൾ കൂടിയിട്ടാണ് നമുക്കൊരു ഇയർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അതിന്റെ ആൻസർ വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോത്ത്, സാരി, ഷർട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, സാരിയും അതുപോലെ തന്നെ ഷർട്ടൊക്കെ എന്താണ്, ക്ലോത്ത് ആണ്. സോ ക്ലോത്തിന്റെ അകത്ത് സാരിയും അതുപോലെ തന്നെ ഷർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ രൂപത്തിൽ വരുന്നത് നമുക്ക് ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. പിക്ചർ, റേഡിയോ, ടെലിവിഷൻ. ചിത്രം, റേഡിയോ, ടെലിവിഷൻ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ക്ലാസിന്റെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.